ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഹെവൻ ഓഫ് ഫുഡീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സ്പാനിഷ് ഡിലൈറ്റ് പുഡിംഗ് റെഡിയാക്കുന്നത് കണ്ടാലോ? പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പാനിഷ് ഡിലൈറ്റ് പുഡിംഗ് റെഡിയാക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു പാക്കറ്റ് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ പൊടിക്കണം. കുറച്ച് അധികം പൊടിയാത്ത ടൈപ്പ് ആരോ റൂട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ഈ ക്രീമിൽ മിക്സ് ചെയ്യാനായിട്ട് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മാറ്റി വെക്കാം നമുക്ക്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒരുമാതിരി നല്ലതുപോലെ കൈവച്ച് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് ഒരു 3 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണമെന്നില്ല, 3 ടീസ്പൂൺ മതി. ഒന്ന് മെൽറ്റാക്കി ബട്ടർ നമുക്ക് ഇതേപോലെ 3 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ആകെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ബട്ടർ എല്ലായിടത്തും എത്താൻ വേണ്ടി ആകെ ഒന്ന് സ്പൂൺ വെച്ചോ കൈ വെച്ചോ എന്ത് വേണമെങ്കിലും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പുഡിംഗ് ട്രേയിൽ നമുക്ക് ആദ്യമേ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ബിസ്ക്കറ്റ് ആ പുഡിങ്ങിൻ്റെ ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനു വേണ്ടിയാണ്. അങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കണം എന്ന് അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് ബിസ്ക്കറ്റ് ഇടണം എന്നില്ല കേട്ടോ. ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് ലെയർ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. മാറ്റി വെക്കാം നമുക്ക്. ഇതിന് ശേഷം നമുക്കൊരു പാൻ അടപ്പത്തോട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബദാം ചെറുതായിട്ട് അരിഞ്ഞതും കാഷ്നട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്ത് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ. ആ ക്രീമിൽ ഇത് പുഡിങ് കഴിക്കുമ്പോഴേക്കും നല്ല ഇതായിട്ട് കഴിക്കാനായിട്ടാണ്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയേ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ കരിഞ്ഞൊരു ചുവ വരുമല്ലോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാമേ. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് മെയിൻ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ക്രീം റെഡിയാക്കുകയാണ്. ഇതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പാനിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി ഗോൾഡൻ കളറാകണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പഞ്ചസാര കരിയും. അപ്പോൾ ആ ചുവ തന്നെ മാറിപ്പോകും. ഇതിൻ്റെ മെയിൻ സാധനമാണ് ഈ ക്രീം. ആ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രീം റെഡിയാക്കുന്നത്. പഞ്ചസാര എല്ലാം ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഗോൾഡൻ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയുടെ. സൂപ്പർ ടേസ്റ്റാണ് ഈ ക്രീം ചെന്ന് കഴിയുമ്പോഴേക്കും.
ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, തണുപ്പൊക്കെ മാറിയ വിപ്പിംഗ് ക്രീം വേണം കേട്ടോ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് 1/2 കപ്പ് ക്രീം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കാരമലായ പഞ്ചസാര ഒന്ന് കട്ടയാകും. അത് ഓർത്ത് പേടിക്കേണ്ട, അത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട. അതിങ്ങനെ ചെറിയ തീയിലിരുന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടും കേട്ടോ. ആ ചെറിയ തീയിൽ ഈ കട്ടകളെല്ലാം നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇളക്കി ഈ കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കാം. കട്ടകളെല്ലാം ഉടഞ്ഞു കഴിയുമ്പോഴേക്കും ഇതൊരു തിക്ക് ഇതായി മാറും കേട്ടോ. ഒത്തിരി നല്ല ടൈറ്റ് ക്രീം പോലെ ആയി കിട്ടും. കട്ടകളെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചോ, ഇങ്ങനത്തെ കയ്യിലില്ലെങ്കിൽ മരക്കൈയിലായാലും മതിയേ, അത് വെച്ച് നമുക്ക് ഈ കട്ടകളെല്ലാം നമുക്ക് ഉടച്ചു കൊടുക്കാം. കട്ടകൾ ഉടച്ചു കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. ഉണ്ടോ, പഞ്ചസാരയൊന്നും അധികം കരിഞ്ഞൊന്നുമില്ല. ആ ഗോൾഡൻ കളറ് ക്രീമിനും ആ ഗോൾഡൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ചെറിയ തീയിലിരുന്ന് വരുമ്പോൾ ഈ കട്ടകളെല്ലാം ഇതാ മെൽറ്റായി വന്നുകൊള്ളും കേട്ടോ. കട്ടകളൊക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കട്ടകളെല്ലാം ഉടഞ്ഞു തീർന്ന് ഒന്ന് തിളച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരികിലോട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യാനായിട്ട്. തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ, ഉണ്ടോ, നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര. എൻ്റെ വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി മധുരമുണ്ട്, എന്നാലും നമുക്ക് പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തൊക്കെ കഴിയുമ്പോഴേക്കും മധുരം കുറയും. അതിനാണ് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന അത്രയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത്രയും തിക്കായിട്ട് എടുക്കണ്ട. ഒന്ന് ഇതായി വരുമ്പോഴേക്കും ഇത്രയും ആയി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ചൂടാറാനായിട്ട് വെച്ചിരുന്ന ക്രീം ഉണ്ടല്ലോ, സ്പാനിഷ് ഡിലൈറ്റ് ക്രീമാണിത്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. നല്ല ക്രീമി ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യാം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും എത്തണം ഈ ക്രീം. അപ്പോൾ എല്ലായിടത്തും എത്തക്ക വിധത്തിൽ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് തന്നെ കൊടുക്കണം. ഇതെല്ലാം ക്രീമെല്ലാം ഒന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ആക്കുന്നതാണ്. ഇനി ഓഫാക്കാം. ക്രീം ഇത്രയും ആയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഓഫാക്കാം. ഇനി ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ബദാമും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ബിസ്ക്കറ്റ് നമ്മൾ അധികം പൊടിക്കാത്ത ബിസ്ക്കറ്റ് മാറ്റി വെച്ചില്ല, അതും കൂടി നമുക്ക് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ക്രീം ഈ നട്ട്സിലും ബിസ്ക്കറ്റിലൊക്കെ ഒന്ന് പൊതിയണം, അത്രേ ഉള്ളൂ. അതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്
കോഫി പൗഡർ ബ്രൂവിൻ്റെ നമുക്ക് കടകളിൽ നിന്നൊക്കെ 2 രൂപയുടെ പാക്കറ്റ് കിട്ടില്ലേ, അത് 1 ടീസ്പൂൺ ബ്രൂവിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 2 ടീസ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡർ, ഞാനൊരു ചെറിയ പാക്കറ്റ് 5 രൂപയുടെ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. 2 ടീസ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ എല്ലായിടത്തും ഈ കോഫി പൗഡറും ബൂസ്റ്റിൻ്റെ പൗഡറും എല്ലായിടത്തും എത്തണം കേട്ടോ. ഇളക്കി യോജിപ്പിക്കുക. നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുത്തി ഇളക്കി ഭയങ്കരമായിട്ട് ഇതാക്കി ആ ബാറ്റർ ഇത് ലൂസ് ആക്കരുത് കേട്ടോ ക്രീം. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ പുഡിങ് കഴിക്കുമ്പോൾ ആ ഇടയ്ക്ക് നട്ട്സും ആ ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് ഈ ക്രിസ്മസിനൊന്നല്ല, ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഫുഡൊക്കെ കഴിയുമ്പോഴൊക്കെ ഒരു ഡിസേർട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഡിസേർട്ടാണ് കേട്ടോ ഇത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രിസ്മസിന്. ഇത് ഒന്ന് നമുക്ക് ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. പെട്ടെന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്താലും മതിയേ. ഇതിന് ശേഷം ഈ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇത്തിരി ബൂസ്റ്റിൻ്റെ പൗഡർ വിതറി കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ബൂസ്റ്റ് അധികം താല്പര്യമില്ലാത്തവർ ഇത് ചെയ്യണം എന്നില്ല. ഇങ്ങനെ ഇത്തിരി ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക്. ഇത് ഡെക്കറേഷന് വേണ്ടി മാത്രം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്.